ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഗായ്സ്, ഞങ്ങളങ്ങനെ നാട്ടിൽ വന്നതിന് ശേഷം രണ്ടാമത്തെ ദിവസം ഉള്ള ഞങ്ങളുടെ വീട്ടിൽ ലഞ്ചാണ് കാണിക്കുന്നത്. ഞാൻ ഇന്നലെ എടുത്തിരുന്നു, ജസ്റ്റ് ഞാൻ സോങ് പോലെ ഇട്ടിരുന്നു, അതെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പുറത്തായിരുന്നപ്പോൾ കുറേ മിസ് ചെയ്തു ഗായ്സ്, ഓരോ ഫുഡും ഓരോ കറികളും എല്ലാം. അപ്പോൾ എല്ലാം ഒരു നാടൻ രൂപത്തിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം നല്ല ചൂടുള്ള ചോറ് വിളമ്പിട്ട് കൂടെ എല്ലാവരുടെയും ഫേവറേറ്റായ നല്ല ഒരു പൊരിച്ച മീനും കൂടി അങ്ങ് വെച്ച്, പിന്നെ ഞാൻ ഒരെണ്ണം കൂടി എടുത്തു. അതിനുശേഷം പയറുപ്പേരി, അല്ലെങ്കിൽ ചില നാട്ടിൽ അച്ചിങ്ങ തോരൻ അങ്ങനെയൊക്കെ പറയും. പിന്നെ ചീരത്തോരൻ, തേങ്ങയും പരിപ്പൊക്കെ ഇട്ട് വെക്കത്തില്ലേ, ആ ചീരത്തോരൻ. പിന്നെ ഒരു നെല്ലിക്ക. പിന്നെ അതിൻ്റെ കൂടെ ഒരു നൊസ്റ്റാൾജി ഇരുന്നോട്ടെ എന്ന് കരുതിട്ട് കുറച്ച് മാങ്ങാ ചമ്മന്തി. പിന്നെ നമുക്കതിൻ്റെ കൂട്ടുകാരനായ മുട്ട പൊരിച്ചതിനെയും കൂടി വേണ്ടേ, അല്ലെങ്കിൽ രസമില്ലല്ലോ. അങ്ങനെ ഒരു മുട്ട പൊരിച്ചതും കൂടി, എന്താ അത്രയും ഒരു മാങ്ങ ചമ്മന്തിയും മുട്ട പൊരിച്ചതും മാത്രം മതിയല്ലേ നമുക്കൊരു ഫുഡ് കഴിക്കാൻ, ഒരു ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനെയൊക്കെ വെല്ലുന്ന ഒരൈറ്റം കൂടി വരുന്നുണ്ട് ഗായ്സ്. എന്താണെന്ന് നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. വേറൊന്നുമല്ല, നമ്മുടെ രസക്കുട്ടൻ. വേറെ ഒന്നും വേണ്ട, ഈ വേറൊരു ഒഴിച്ചുകറിയും വേണ്ട. നിങ്ങൾ വിചാരിക്കും ഇതിലൊരു ഒഴിച്ചുകറിയും ഇല്ലെന്ന്. നമ്മുടെ രസം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് വേണം? അപ്പോൾ ഈ ഒരു ഓണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.